ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ്. പഞ്ചവൽക്കാതി യമകം എന്നാണ് ആ മരുന്നിന്റെ പേര്. പഞ്ചവൽക്കം എന്ന് വെച്ചാൽ എന്താണ്? 5 ചെടികളുടെ ബാർക്ക് ഓഫ് ദ ട്രീ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ 5 ബാർക്ക് എടുത്തിട്ട് ഒരു എണ്ണ ഉണ്ടാക്കി. പക്ഷെ ഇത് വെറും എണ്ണയല്ല, കുറച്ച് കട്ടിയുള്ളതാണ്. യമകം യമകം എന്നുള്ള പേരില്ലേ, ആ പേരിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 2 ഫാറ്റ് കണ്ടന്റ് ചേർന്നിട്ട് ഉണ്ടാക്കി. അപ്പൊ എന്ത് ജീവന്ത്യാദി യമകം, നമുക്ക് കുറെ യമകം ഇല്ലേ, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 2 ഫാറ്റ് കണ്ടന്റ് ഉള്ള ഒരു മരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഓയിലോ നെയ്യോ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതിൽ സിസിയം ഓയിലും പശുവിന്റെ നെയ്യും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ 5 ചെടികളുടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് പഞ്ചവൽക്കാതി യമകം. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ സിസിയം ഓയിൽ, എല്ലാവർക്കും അറിയാം, ചിത്രത്തിൽ കാണുന്ന മാതിരി സിസിയം ഓയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. അതിന്റെ ശരീരത്തിലത്തെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും സ്കിന്നിന്റെ ഡിസീസിനും വേണ്ടിയിട്ടുള്ള മരുന്നാണ് മെയിനായിട്ട് ഈ മരുന്ന് അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാ ചെടികളുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സ്കിൻ ഡിസീസിന് മെയിനായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, ഡയബറ്റീസിന് വളരെ നല്ലതാണ്. അതേപോലെ സ്കിന്നിന്റെ ചൂട് കുറയ്ക്കുക, അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ, അതിനൊക്കെയാണ്. സിസിയം ഓയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ഡയബറ്റീസിന്, പിന്നെ സ്കിന്നിന്റെ ചൊറിച്ചിലിന് നല്ലതാണ്. അതേപോലെ സൂര്യന്റെ ഈ റേസ് കാരണം വരുന്ന ആ ചൂടിനെ കുറയ്ക്കുക, അങ്ങനെയൊക്കെ. അടുത്തത് ഫൈക്കസ് ബംഗാള, അതായത് ബനിയൻ ട്രീ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചുറ്റുമൊക്കെ കാണുന്നതാണ്. അപ്പൊ ആ മരത്തിൽ നിന്ന് കിട്ടുന്ന അതാണ് ഫസ്റ്റ്, 5 ഫസ്റ്റ് അതാണ്. ഓക്കെ, ഫൈക്കസ് ബംഗാളൻസിസ് ആണ് പറയുന്നത്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ അതിലും ഈ പറയുന്ന മാതിരി ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, ചൂട് കുറയ്ക്കുക. അതേമാതിരി ഇതിലും ഈ പറഞ്ഞ മാതിരി ലിവർ സെൽസിനെ റീജനറേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അതേമാതിരി ഇനി ചൊറിഞ്ഞിട്ട് പൊട്ടുന്ന ബ്ലഡ് വരുമ്പോൾ അതിനും ബെസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ എല്ലാ ചെടികളും പിത്തത്തിനെയും കഫത്തിനെയും കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ജോലി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഫൈക്കസ് റിലീജിയോസ എന്ന് വെച്ചാൽ പീപ്പിൾ ട്രീ ഈ പറയുന്ന മാതിരി എല്ലാവർക്കും അറിയാം. അതിനും ഈ പറഞ്ഞ മാതിരി നമ്മൾ ബ്ലഡിന്റെ പ്രശ്നം വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ലിവറിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ലിവർ സെൽസിനെ റീജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. അതേമാതിരി തന്നെ ഈ പറഞ്ഞ മാതിരി ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ നമ്മൾ ചൊറിഞ്ഞിട്ട് പൊട്ടുമ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ നീരുണ്ടാവും, അപ്പോൾ അതിനെ കുറയ്ക്കുക. അതേമാതിരി ഇനിയിപ്പോൾ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും വളരെ നല്ലതാണ്. ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ അടുത്തത് ഒരു പ്രത്യേകതരം ചെടിയാണ്, ഉടുമ്പരയാണ് അടുത്തത്. എല്ലാത്തിനും ഫൈക്കസ് വെച്ചിട്ടാണ്, അതിന്റെ മറ്റു പേരുകൾ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഉടുമ്പര ഒരു പ്രത്യേകതരം ചെടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഉടുമ്പര ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലാന്റ് ഫ്രം ഹെവൻ എന്നാണ് പറയുന്നത്. ഇതിൽ 3000 വർഷങ്ങൾക്ക് ഒരിക്കൽ മാത്രമേ ഈ പൂവ് വിരിയുള്ളൂ. ഇതിലൊരു ചെടി നമുക്ക് ഫ്ലവർ കാണാം. അത് ഇറ്റ് വിൽ ബ്ലൂ ഓൺലി വൺസ് ഇൻ 3000 ഇയേഴ്സ്. അതൊരു പ്രത്യേകതരം ചെടിയാണ്. അതിൽ വിശ്വാസം വെച്ചാൽ ഈ അസുഖം വന്നാൽ ആർക്കാണെങ്കിലും ഈ ചെടി കൊണ്ട് മാത്രം തന്നെ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് വിശ്വാസം. അതൊരു പ്രത്യേകതരം ചെടിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ആണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അടുത്തത് പ്ലക്ഷ എന്നുള്ളതാണ്. പ്ലക്ഷ ഈ പറഞ്ഞ മാതിരി അതും എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. ചിത്രം കാണുമ്പോൾ മാത്രം നമുക്ക് പരിചയം ഉണ്ടാവില്ല, പേര് കേൾക്കുമ്പോൾ നമുക്ക് അധികം പരിചയമൊന്നും ഉണ്ടാവില്ല. പ്ലക്ഷ ഈ പറഞ്ഞ മാതിരി തന്നെ വൂണ്ടിനെ ഹീൽ ചെയ്യാനും, അതേമാതിരി വയറിന്റെ എല്ലാ പ്രശ്നത്തിനും, അതേമാതിരി തന്നെ ലിവറിനും ഇതാക്കാനും, അല്ലെങ്കിൽ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും, അതിനൊക്കെയാണ് ഈ ചെടി. അടുത്തത് പരിശ. അപ്പോൾ 5 ചെടികൾ, നമ്മളിപ്പോൾ 5 ചെടികൾ പറഞ്ഞു, ആ 5 ചെടികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് പഞ്ചവൽക്കാതി എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 5 കൂടിയിട്ട് ഉള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എല്ലാ ചെടികളും ഒരുവിധം സണ്ണിന്റെ ചൂട് കാരണം വരുന്ന ചൊറിച്ചല്, അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ ചൊറിഞ്ഞു പൊട്ടുന്ന ആ ഒരു ബ്ലഡ് എന്തെങ്കിലും ഡോട്ടായിരിക്കും ചിലപ്പോൾ വരിക. അങ്ങനെ ഇനി ഉള്ളിലേക്കാണെങ്കിലും ഡയറിയയ്ക്ക് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്, ആസ്മയ്ക്ക്, ശ്വാസമുട്ടിന് നല്ലതാണ്. ഓക്കെ, കാരണം നമ്മളിവിടെ പറഞ്ഞു കഫത്തിനെയും പിത്തത്തിനെയും 2 ദോഷത്തിനെയും ബാലൻസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ വരുന്ന എല്ലാ ചെടികളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളായിരിക്കും. അപ്പൊ ഈ വരുന്ന അസുഖങ്ങളെല്ലാം ഇറ്റ് ഇസ് റിലേറ്റഡ് ടു പിത്തദോഷം അല്ലെങ്കിൽ കഫദോഷം. ഇനി ഒരു ചെടിയും കൂടി ഉണ്ട്, അതിന്റെ ചിത്രം നമുക്ക് കാണാം. ഹെമിഡെസ്മസ് ഇൻഡിക്കസ് എന്നാണ്. ഈ ചെടി ആക്ച്വലി നമ്മൾ ബാൻ ചെയ്തിരിക്കുകയാണ് പല സ്ഥലത്തും, ഈ ചെടി മാത്രം. പക്ഷെ അത് നമ്മൾ ബാക്കിയുള്ള മരുന്നിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഇറ്റ് ഇസ് ഓക്കെ, കാരണം അതിന്റെ റിയാക്ഷൻ അപ്പോൾ വേറെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സയന്റിസ്റ്റ് റിസർച്ച് നടത്തുമ്പോൾ ആദ്യം റാറ്റിന്റെ മുകളിലായിരിക്കും റിസർച്ച് നടത്തുക, അല്ല റാറ്റോ ആനിമൽസോ. അപ്പൊ അതിന് പറയുന്നത് റിസർച്ചിൽ പ്രകാരം റാറ്റ്സിന് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ചെടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷെ ഇതിന് ഗുണങ്ങളും ഉണ്ട്. ഓക്കെ, എല്ലാവരും യൂസ് ചെയ്യാൻ പാടില്ല. ഈ ചെടിക്ക് മാത്രം ചെറിയൊരു കോൺട്രവേഴ്ഷ്യൽ ചെടിയാണ്. ഇതും ഈ മരുന്നിൽ ഉൾപ്പെടുന്ന ഒരു ചെടിയാണ്. ബട്ട്
90% പഞ്ചവൽക്കാതി യമകം സ്കിന്നിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അത് നമ്മൾ സ്കിന്നിൽ നല്ലോണം തേച്ച്, എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അവിടെ തേച്ച്, അതിനുശേഷം പാത്രഭാഗം ചെയ്താൽ മതി. പാത്രഭാഗം എന്ന് വെച്ചാൽ പാത്രം ചൂടാക്കി അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് അത് നമ്മൾ കാലമേ എവിടെയാ ബുദ്ധിമുട്ടുള്ളത് അവിടെ പുരട്ടുക. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തുടച്ച് കളയാം. കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ഡ്രൈ തുണി കൊണ്ടോ നമുക്ക് തുടച്ച് കളയാം. പതുക്കെ തുടയ്ക്കാനേ പാടുള്ളൂ. ബിക്കോസ് വല്ലാണ്ട് നമ്മളിങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുകയുള്ളൂ. അപ്പോൾ ഈ മരുന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ തേക്കുക. അപ്പോൾ ഈ മരുന്ന് വളരെ ഉപയോഗമുള്ളതാണ്. ഇതിലുള്ള 5 ചെടി